ഇവിടുത്തെ BJP അവരുടെ അടവ് നയങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. സംസ്ഥാന BJPയെ ഇനി രാജീവ് ചന്ദ്രശേഖർ നയിക്കും. അതറിഞ്ഞതോടെ പലരുടെയും ഉള്ളൊന്ന് കിടുങ്ങിയിട്ടുണ്ട്, പിങ്ങിയിട്ടുണ്ട്. BJPയുടെ പുറത്തുള്ളവരുടെ കാര്യം മാത്രമല്ല കേട്ടാ, BJPയുടെ അകത്തുള്ളവരുടെ അവസ്ഥയും ഇത് തന്നെ. കുരായണം ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് മോദിജിയുടെ പരീക്ഷണങ്ങൾ. BJPയുടെ ഗോതയിലേക്ക് പുതിയ യോദ്ധാവിനെ ഇറക്കി കേരള BJPയെ ഇനി അദ്ദേഹം നയിക്കും. ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിന് നമ്മുടെ ന്യൂ ജനറേഷനൊക്കെ ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ പറ്റിയ വലിയ കരിസ്മാറ്റിക് ശക്തിയുള്ള ഒരു നേതാവിനെയാണ് കേന്ദ്ര നേതൃത്വം ഞങ്ങൾക്ക് പ്രസിഡന്റായി തന്നിട്ടുള്ളത്. എവിടെ? ആരാണ് അയാൾ? ആരാണ് ശക്തിമാൻ? അദ്ദേഹത്തിന് ഇറങ്ങാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് ഇറങ്ങാത്തത്. ഇറങ്ങാനുള്ള സൗകര്യം അങ്ങനെ അടിയും മിടിയും ചവിട്ടും തൊഴിയും കൊള്ളാൻ ഗോതയിലേക്ക് പുതിയൊരാൾ കൂടി. അല്ല, വരിമാറി. രാജീവ് ചന്ദ്രശേഖറിന്റെ തന്ത്രങ്ങൾ കേരളം കാണാൻ കിടക്കുന്നേ ഉള്ളൂ. രാജീവ് ജി പറഞ്ഞു കൊടുക്കാൻ കൂട്ടും. നമ്മുടെ ഹൈക്കമാൻഡും നമ്മുടെ പ്രഭാരിയും എല്ലാവരും നിങ്ങളെല്ലാവരും തന്ന ദൗത്യം അധികാരത്തിൽ കൊണ്ടുവരാൻ, BJP NDAനെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് എന്റെ ദൗത്യം. ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങിപ്പോകുള്ളൂ. ഓ, അപ്പൊ ഈ അടുത്ത കാലത്തൊന്നും ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാവില്ല അല്ലേ ഉണ്ണിയെ? അല്ല, ഏത് നൂറ്റാണ്ടിലാണ് കേരളത്തിൽ BJP അധികാരത്തിൽ വരാന്ന് നിങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലല്ലോ. കേരളം BJPക്ക് ബാലികേറ മലയാണെന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീതി. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഇത് ബാലികേറ മലയല്ല, ഇവിടെയും കേരളത്തിലും BJPക്ക് സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞ 10 വർഷത്തെ 15 വർഷത്തെ നമ്മുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇതാരിത്? സംസ്ഥാന അധ്യക്ഷ കസേരയൊക്കെ കയ്യിന്ന് പോയ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്തുട്ടാ സുരേന്ദ്രൻജി ഭാവി പ്ലാൻ? ഇനി അതിന്റെ പ്രശ്നമില്ലല്ലോ. അദ്ദേഹം കൊണ്ടുവരുതാത്തത് കൊണ്ടല്ലേ അദ്ദേഹത്തെ അവര് തന്നെ ഒഴിവാക്കിയത്. പിന്നെ ഞാനതിനെന്ത് പറയാനാ? എന്തുട്ടാണ് ജയരാജൻ സഖാവേ ശവത്തി കുത്താണ്ടിരിക്ക്? ഒരാൾ അവിടെ അവഗണിക്കപ്പെട്ട് നെഞ്ചു നീർന്നിക്കുമ്പോ ഇമാതിരി വർത്താനാണോ പറയേണ്ടത്? അത് എനിക്ക് തോന്നുന്നത് BJPക്കകത്ത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പൊ സുരേന്ദ്രൻ പ്രസിഡന്റ് ആകുമെന്നുള്ളതാണ് ഇന്നലെ വരെ നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രനെ മാറ്റി പലരും കുപ്പായമിട്ട് നടന്നതാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ BJPക്കകത്ത് ശക്തിപ്പെടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒരുത്തൻ അപകടം പറ്റിയെടുക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? സാറില്ല സുരേന്ദ്രൻജി, നിങ്ങൾ ആ കസേരയിൽ കുറെ നാളിരുന്ന് സുഖിച്ചതല്ലേ, ഇനി അടുത്ത ആളിരിക്കട്ടെ. BJPയെ വളർത്താൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, പ്രത്യേക കാലഘട്ടങ്ങളിൽ അവർ ഉയർന്നു വന്നിട്ടുണ്ടാകും. പക്ഷെ അതുപോലെ അതിന്റെ തകർച്ചയും നാശവും ഉണ്ടാകും. അങ്ങനെയൊന്നുമില്ല. BJPനെ വളർത്താൻ പറ്റിയ എന്തോരാൾക്കാരുണ്ട് ഇവിടെ. അവരൊക്കെ എത്ര നാളായി പ്രാർത്ഥനയും നേർച്ചയും വഴിപാടൊക്കെ ആയിട്ട് ഇവിടെ നടക്കണു. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? കാശും പത്രാസും ഉള്ളതിനല്ലേ ഇവിടെ വിലയുള്ളൂ, അല്ലേ ശോഭേച്ചി? ഒരു പാഴ്മോഹന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ എനിക്ക് വിധിച്ചിട്ടുള്ളതല്ലെങ്കിൽ എന്നെ നേർവഴിക്ക് നടത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ലേ? നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ടെക്നോക്രാറ്റ്, അങ്ങനെ ഒരാൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധികാര കേന്ദ്രത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇരട്ടി മധുരമുണ്ടാകും എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിന്റെ ആ പവർ, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ മികവ്, അത് ഉൾച്ചേർന്നുകൊണ്ട് പ്രസ്ഥാനം അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. എത്ര പേരുടെ കണ്ണീര് വീണിട്ടാണല്ലേ രാജീവ് ചന്ദ്രശേഖർ ആ കസേരയിൽ കയറിയിരിക്കണത്? സാറില്ലേ ശോഭേച്ചി, നിങ്ങൾ ദേശീയ കൗൺസിലെങ്കിലും ഇല്ലേ, അതിന്ന് വരെ ഒഴിവാക്കി എത്ര പേരുണ്ട് ഇവിടെ. അവരുടെ വിഷമം ആര് കാണും? പിന്നെ ഞാനൊരു കസേര കിട്ടിയില്ല, ഞാൻ പ്രസംഗിക്കാൻ വിളിച്ചില്ല, എൻ്റെ മുഖത്ത് നോക്കിയില്ല. പറഞ്ഞത് ആശയമാർ 5 വയസ്സിൽ ഇട്ട ട്രൗസറാ, കാക്കി നിക്കറേ. അപ്പൊ ശിവരാജേട്ടന് ഈ ഒഴിവാക്കലില് വിഷമൊന്നുമില്ല അല്ലേ? എനിക്ക് ഒരു വിഷമവുമില്ല, വെരി ഹാപ്പി. സങ്കടമൊന്നുമില്ല, എല്ലാവരും പോയാലും ഡോക്ടർ എഡ്ഗേവർ വളർത്തിയ പ്രസ്ഥാനത്തെ ഞാൻ കൈവിടുകയില്ല ഭരിക്കുന്നത്. എല്ലാവരുടെ സങ്കടവും കടിച്ചമർത്തി ആ മൂലയ്ക്ക് അങ്ങോട്ട് മാറിയിരിക്കുക. ഒക്കെ നമ്മുടെ പാർട്ടി വളരാൻ വേണ്ടിട്ടല്ലേ. നമുക്ക് പല പ്രദേശങ്ങളും കേരളത്തിൽ എടുക്കുവാനുണ്ട്. ആ എടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് ശരി, ആ വാക്ക് കേട്ടാലേ നിങ്ങൾക്ക് ത്രസിക്കൂ അല്ലേ? ഒരെണ്ണ എടുത്തതിന്റെ ആഫ്റ്റർ എഫക്ട് തന്നെ മാറിയിട്ടില്ല. എന്റെ പൊന്നോ, ഓർമ്മിപ്പിക്കല്ലേ. നമ്മൾ കേരളം മൊത്തം ഭാരതത്തിന് വേണ്ടി, ശ്രീ നരേന്ദ്രമോദിക്ക് വേണ്ടി, അമിത്ഷാജിക്ക് വേണ്ടി, നിർമ്മല സീതാരാമന് വേണ്ടി, ശ്രീ രാജ്നാഥ് സിംഗിന് വേണ്ടി നമ്മൾ കേരളം മൊത്തം ഇങ്ങെടുക്കുവാൻ പോവുകയാണെന്ന് ആഞ്ഞടിച്ച് പ്രഖ്യാപിക്കണം. ഈ നിമിഷം ആ ഊർജം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനും സാധിക്കണം.
ജിമാര് കേരളം എടുക്കാൻ പോണത് മോദിജിക്ക് വേണ്ടി, അമിത്ഷാക്ക് വേണ്ടി, നിർമ്മല സീതാരാമന് വേണ്ടി, രാജ്നാഥ് സിംഗിന് വേണ്ടി. അപ്പൊ കേരളം എടുക്കുന്നത് കേരളത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ? അല്ലല്ലോ. അതാണല്ലോ സുരേഷ് ഗോപിജി പറഞ്ഞത്. കാര്യം എത്ര ആണെങ്കിലും സത്യം പറയൂ, പാവങ്ങള് നിഷ്കളങ്കര് തന്നെ. അപ്പൊ ഗോദയിലേക്ക് പുതിയ യോദ്ധാക്കളൊക്കെ ഇറങ്ങിയ സ്ഥിതിക്ക് ജിമാരുടെ പുതിയ തന്ത്രങ്ങൾ എന്തുട്ടാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ കണ്ണീരും കിനാവായിട്ടിരിക്കണോരെ നമ്മളല്ലാട്ടാ, നിങ്ങളാണ് കേട്ടാ ജിമാരെ കാണേണ്ടത്. ഇങ്ങിമ്മക്ക് കൊലയാളികളെ പോരാളികളാക്കിയ സഖാവ് എം വി ജയരാജന്റെ പോരാട്ട വീര്യം പരിശോധിക്കാം. മുഴപ്പിലങ്ങാട് സൂരജിന് ഒരു സംഘം വെട്ടി കൊലപ്പെടുത്തിയത് 2005 കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത് മിക്കവരും CPM പ്രവർത്തകരും. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം കോടതി സത്യം കണ്ടെത്തി പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തു. പക്ഷേ കോടതിയുടെ ആ നീക്കം നമ്മുടെ സഖാക്കൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. എന്തായാലും ശിക്ഷിക്കപ്പെട്ടവര് കുറ്റവാളികളാണെന്ന് ഞങ്ങൾ കാണുന്നില്ല. ഒന്നു അവര് നിരപരാധികളാണെന്നോ? അവര് നിരപരാധികളാണെങ്കിൽ പിന്നെന്തിനാ കോടതി അവരെ ശിക്ഷിച്ചത്? പാർട്ടി വിട്ട് BJP ചേർന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അപ്പൊ ഇവരെല്ലാന്നാണോ സഖാവ് പറഞ്ഞു വരുന്നത്? വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് CPIM-കാരുടെ പേരിലെടുത്ത കേസ്. അതിലിപ്പം ജയിലിലെത്തിയ ഒരാൾ ഒരു ഭാഗം തളർന്ന് ഇപ്പോൾ ഫിസിയോതെറാപ്പിയിലൂടെ നേരാവണ്ണം നടക്കാൻ പോലും കഴിയാത്ത ഒരാളാണ്. 3 പേർ തുടർച്ചയായി ചികിത്സ തേടി ഡോക്ടറിൽ നിന്ന് ചിലപ്പോൾ ആശുപത്രി, ചിലപ്പോൾ വീട് എന്ന നിലയിൽ പരിചരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതിന് പ്രായത്തിലായില്ലേ? അപ്പൊ പിന്നെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും, അത് മനുഷ്യ സഹജാണ്. പക്ഷെ പാർട്ടി മാറുന്നതിന് ഇങ്ങനെ വെട്ടിക്കൊല്ലുന്നതും കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തുമ്പോ അവരൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതും അത്ര മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമല്ലാട്ടാ. ഓ, നിങ്ങളുടെ പോളിസി അങ്ങനെയാണല്ലേ? വിരട്ടലിനും വിലപേശലിനും ഒന്നും വഴങ്ങിക്കൊടുക്കുന്നതല്ല ഈ പാർട്ടി. നിങ്ങൾക്കൊന്നും ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ലെന്ന് നമ്മുടെ സഖാവ് മുന്നേ പറഞ്ഞത് എത്ര ശരിയാണല്ലേ? നിങ്ങളുടെ ഇമാതിരി ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്കൊന്നൊരു ചുക്കും മനസ്സിലാവണില്ലേ സഖാവേ? അല്ല, കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികള് അവരൊരു കുറ്റവും ചെയ്തിട്ടില്ല, അവര് നിഷ്കളങ്കരാണ് എന്ന് പറയണേണ്ട ആ ഒരു ലോജിക് ഉണ്ടല്ലോ, അത് നമുക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല. കോടതി ഇപ്പോൾ തെളിവുകളും വസ്തുതകളും നോക്കിയിട്ടായിരിക്കും ഇപ്പം ശിക്ഷ വിധിച്ചത്. നിരപരാധികളായ ഈ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത് നിരപരാധിത്വം കോടതിയുടെ മുമ്പാകെ തെളിയിക്കാൻ വേണ്ടിയും പരിശ്രമിക്കും. കോടതിയൊക്കെ എന്തുണ്ടായത്? കേസിൽ 28 സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ടാവും, തെളിവായിട്ട് 19 രേഖകളും ഹാജരാക്കിയിട്ടുണ്ടാവും. പക്ഷെ കൊലപാതക കുറ്റത്തിന് ശിക്ഷിച്ച ഞങ്ങളുടെ ആ കുഞ്ഞുങ്ങളുണ്ടല്ലോ, നമ്മുടെ കോമ്രേഡ്സിന്റെ കണ്ണിൽ ഉണ്ണിയാണ്. അവരെ രക്ഷിക്കാൻ നമ്മുടെ കോമ്രേഡ്സ് ഏതറ്റം വരെയും പോകും. അതിൻ്റെ നിയമപരമായി അപ്പീൽ കൊടുത്ത് ഈ നിരപരാധികളായ ആളുകളെ രക്ഷിക്കാനുള്ള എല്ലാ നടപടിയും പാർട്ടി സ്വീകരിക്കും. മുന്നിൽ നിന്ന് നയിക്കാൻ ജയരാജൻ സഖാവിനെ പോലുള്ളവരുള്ളപ്പോ കൊലക്കേസ് പ്രതികൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു 100 സഖാക്കള് പിന്നിലുണ്ടാവും. കോമ്രേഡ്സ് തറവാടിന്റെ ആ ഒരു സംസ്കാരം എല്ലാ സഖാക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലേ ജയിലിൽ കൊണ്ടുപോകുമ്പോ അവരുടെ ഒരു മുദ്രാവാക്യം വിളി കണ്ടില്ലേ, ആവേശം കണ്ടില്ലേ? മുദ്രാവാക്യം വിളിച്ച് ആനയിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് വരുന്നതാണെന്ന്. സഖാക്കളുടെ കണ്ണിലെ മാത്രം നിരപരാധികള് ശരിക്കും നിരപരാധികളാണോന്ന് ഇനിയിപ്പോ മേൽക്കോടതി പറയട്ടെ. എന്നാ ശരി, വെട്ടും കുത്തുമായിട്ട് ബാക്കി ആരും എൻ്റെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം.